അപ്പം പ്രോബയോട്ടിക് ഫുഡ് ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ടോപ്പിക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് അല്ലേ. ആരെ വിശ്വസിക്കണം എന്നറിഞ്ഞൂടാത്ത അവസ്ഥ പല ആളുകളും പറയുന്നതാണ്. കാര്യം എന്താ, പ്രോബയോട്ടിക് ഫുഡിൻ്റെ പരസ്യം നിറഞ്ഞിട്ട് മുട്ടിയിട്ട് നടക്കാൻ വയ്യ. അപ്പം ഇതിനെയൊക്കെ നമ്മൾ എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും? റിവ്യൂ കണ്ടിട്ട് നിങ്ങൾ ആരും വിശ്വസിക്കാൻ പോകണ്ട. റിവ്യൂ ഒക്കെ പൈസ കൊടുത്ത ആളുകളെ കൊണ്ട് ഇരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾക്ക് എന്തുകൊണ്ട് ഈ ഒരു പ്രോബയോട്ടിക് ഫുഡുകൾ നമ്മുടെ ആഹാര ജീവിത ശൈലിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കോടാനുകോടി നല്ല ബാക്ടീരിയകളാണ് നമ്മുടെ എല്ലാവരുടെയും ഇൻറ്റസ്റ്റൈനിലുള്ളത്. അപ്പോൾ ഈ ഇൻറ്റസ്റ്റൈനിലുള്ള ഈ ഒരു ബാക്ടീരിയ ആണ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ദഹനം, അതുപോലെ തന്നെ പചനം, ഇതൊക്കെ ഉറപ്പുവരുത്തുന്നത്, നമ്മുടെ ആരോഗ്യം വരെ ഉറപ്പുവരുത്തുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ കൊറോണ കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും അറിയാം, ഹെൽത്ത് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ മൊത്തം എന്താണ് കഴിക്കുക, എന്താണ് കഴിച്ചുകൂടാത്തത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പരക്കം പാച്ചിലാണ് എല്ലാവരും നടക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഗുഡ് ഗട്ട് ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ നശിച്ചു പോകുന്നത്? ജങ്ക് ഫുഡിനകത്തുള്ള രാസവസ്തുക്കൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഗുഡ് ഗട്ട് ബാക്ടീരിയ നശിപ്പിക്കുന്നു. ഇനി കൃത്യമായിട്ട് നിങ്ങൾ ജങ്ക് ഫുഡ് കൊടുക്കുന്ന കുഞ്ഞുങ്ങളിൽ തുമ്മൽ, റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ, സ്കിൻ ഇൻഫെക്ഷൻ, ഈ അസുഖങ്ങളൊന്നും വിട്ടൊഴിഞ്ഞ് നേരം ഉണ്ടാവത്തില്ല. അതുകൊണ്ട് എന്തുകൊണ്ടാണ് കാര്യം, അത് നമ്മുടെ ഗുഡ് ഗട്ട് ബാക്ടീരിയ അത് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജങ്ക് ഫുഡ് നല്ലതല്ല. ഇനി നമുക്ക് നോക്കാൻ പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ജങ്ക് ഫുഡ് കഴിക്കാത്ത ഒരാളാണ് ഞാൻ പച്ചക്കറി മാത്രമേ കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാലോ, ഇപ്പം ഉണ്ടാക്കുന്ന പച്ചക്കറികൾ എത്രത്തോളം രാസവസ്തുക്കളും കെമിക്കലും അടിച്ചിട്ടാണ് വരുന്നതെന്ന് നമുക്കൊക്കെ നന്നായിട്ട് അറിയാമല്ലേ. അപ്പോൾ എവിടെ ഇതും ഗുഡ് ഗട്ട് ബാക്ടീരിയ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇനി ഈ കാറ്റഗറിയിൽ ഒന്നും പെടാത്തവരാണ് നമ്മുടെ ആൽക്കഹോളും ടൊബാക്കോവും ഒക്കെ യൂസ് ചെയ്യുന്നവർ. അപ്പം അമിതമായ മദ്യപാനം, അമിതമായ ടൊബാക്കോയുടെ ഉപയോഗം, പുകവലി, ഇതെന്ത് ചെയ്യുന്നു? ഇത് ഡെഫിനറ്റ് ആയിട്ടും നമ്മുടെ ശരീരത്തെ അസിഡിക് ആക്കി മാറ്റുകയാണ് ചെയ്യുക. അതുമാത്രമല്ല നല്ല ബാക്ടീരിയ ഇത് നശിപ്പിക്കുന്നു. ഇനി ഇതിലൊന്നും പെടാത്ത ഒരു കാറ്റഗറിയാണ്, ഇപ്പം 25 വയസ്സ് കഴിഞ്ഞ് നമ്മൾ പോയി നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് എടുത്ത് നോക്കുമ്പം കൊളസ്ട്രോൾ കയറി നിൽക്കും, BP കൂടി നിൽക്കും. അപ്പോൾ പലരും എന്താ വിചാരിക്കുക, ഇനിയിപ്പോൾ ആയുർവേദക്കാർ കഴിക്കാനാ, അലോപ്പതി മരുന്നുകൾ എന്തായാലും കഴിക്കാൻ തുടങ്ങാം എന്ന് പറഞ്ഞ് അന്ന് തൊട്ട് നമ്മൾ മരുന്നുകൾ കഴിക്കാൻ തുടങ്ങിയായി. ഈ മരുന്നുകൾ കഴിക്കുമ്പം ഇതിനകത്തുള്ള കെമിക്കൽസ് എല്ലാം നമ്മുടെ ഗട്ട് ബാക്ടീരിയയ്ക്ക് നല്ലതാണെന്നാണോ വിചാരിക്കുന്നത്? ഒരിക്കലും അല്ല. ഇത് എന്ത് ചെയ്യുന്നു? ഇത് നമ്മുടെ നല്ല ബാക്ടീരിയയെ നശിപ്പിക്കുന്നു. ഇനി നിങ്ങൾക്ക് കുറേ കാലമായിട്ട് വയറിളക്കം, കോൺസ്റ്റിപ്പേഷൻ ഇങ്ങനത്തെ പ്രശ്നമുള്ളവരാണെങ്കിലോ ഇവിടെയും നല്ല ഗട്ട് ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നില്ല. അപ്പം ഇത്രയുമാണ് കാരണങ്ങൾ. അപ്പോൾ ഈ കാരണങ്ങളിൽ നിന്ന് നമുക്ക് എങ്ങനെ മുക്തി നേടാൻ പറ്റും എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പം ഞാൻ അതിനകത്ത് കുറേ കോമ്പിനേഷൻ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഇതിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പം നമുക്ക് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെപ്പോഴും നമ്മളെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പഴയ ആളുകളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പം നമ്മൾ തന്നെ മറന്നുപോയ ഒരു ഐറ്റം ഉണ്ട്, അതാണ് നമ്മുടെ പഴങ്കഞ്ഞി. അപ്പോൾ പഴങ്കഞ്ഞിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അതായത് തവിടുള്ള അരിയിൽ, ശരിക്കും പറയുകയാണെങ്കിൽ തവിടുള്ള അരിയിൽ 2-3 ചെറിയുള്ളി, ഇത്തിരി പച്ചമുളകും ഇത്തിരി തൈരും ഒക്കെ കൂടെ നമ്മൾ ചേർത്ത് തലേ ദിവസം വെച്ചിട്ട് അടുത്ത ദിവസം രാവിലെ ചൂട് കാലങ്ങളിൽ കഴിക്കുന്നത് ഭയങ്കര നല്ലതാണ്. എന്തുകൊണ്ടാണ് ചൂടുകാലം എന്ന് പറഞ്ഞത്? ചൂടുകാലത്ത് നമ്മളൊക്കെ ചൂട് കുറയ്ക്കാനായിട്ട് ഒരുപാട് സാധനങ്ങൾക്ക് പുറമെയാണല്ലേ. ചിലർ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കഴിക്കുന്നു, സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിക്കുന്നു, ജ്യൂസ് കഴിക്കുന്നു, പക്ഷെ ദാഹം മാറുന്നില്ല, ദേഹത്ത് ചൂട് മാത്രം ബാക്കി. അപ്പം അങ്ങനെയുള്ളവർ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇത് നമ്മുടെ കുടലിനും നല്ലതാണ്. ഇനി അത് മാത്രമല്ല, വയറിളക്കം പോലുള്ള പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്നത് ചൂട് കാലത്താണ്. അപ്പോൾ ഈ വയറിളക്കമുള്ളവർക്കായാലും തൈര് ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറയും. ഇപ്പോൾ ഇവിടെ തമിഴ്നാട്ടിലാണെങ്കിൽ നമ്മൾ വയറിളക്കുമ്പം പേഷ്യൻസ് തന്നെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, വൈകിട്ട് തൈര് സാദം കഴിച്ചോട്ടെ. ഒന്നുമില്ല, തൈരിൻ്റെ കൂടെ ഒരു ചോറ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ അത് കഴിക്കുമ്പോഴത്തേക്കും അവരുടെ വയറിളക്കം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അവർക്ക് മാറുന്നുണ്ട്. ഓക്കെ, അപ്പം അതുകൊണ്ട് ഇത് വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇനി എല്ലാവർക്കും പറ്റുമോ ഈ പഴങ്കഞ്ഞി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല. നിങ്ങൾക്ക് പ്രമേഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലതല്ല. ഇനി അതല്ല, നിങ്ങൾക്ക് തൈറോയിഡ് പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതല്ല. അതുപോലെ തന്നെ അനീമിക്കാണെങ്കിൽ നല്ലതല്ല. അമിതവണ്ണം ഉണ്ടെങ്കിലും നല്ലതല്ല. അപ്പം ഈ ഒരു 4 കൂട്ടരും ഇതൊന്ന് ഒഴിവാക്കി പിടിക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പം നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? നിങ്ങൾക്ക് ബാർലി ചോറിൽ ഈ പറഞ്ഞ പോലെ ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ റാഗി കഞ്ഞിയിൽ ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് ശരീരത്തിന് നല്ലത് തന്നെയാണ്. ഇതും കൂളിംഗ് പ്രോപ്പർട്ടി ഉള്ളതാണ്. ഇനി തൈര് എല്ലാവർക്കും കഴിക്കാമെന്ന് ചോദിക്കുകയാണെങ്കിൽ പാക്കറ്റ് പാലിൽ കിട്ടുന്ന തൈരിന് ഈ പറഞ്ഞ ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല.
അപ്പം നമ്മൾ വീട്ടിൽ തന്നെ പശുവുണ്ട്, നമ്മളല്ലാതെ അല്ലെങ്കിൽ നമുക്ക് തന്നെ വീടിനടുത്തുള്ള ആരെങ്കിലും ഇപ്പോൾ പശുവിനെ വളർത്തുന്നുണ്ട്, അവരടുത്ത് നിന്ന് കിട്ടുന്ന നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന തൈരാണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ വിശ്വസിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ പറഞ്ഞ തൈരിന് ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ തൈര് രാത്രി കാലങ്ങളിൽ അങ്ങനെ ഉപയോഗിക്കുന്നത് നല്ലതല്ല. ഈ പറഞ്ഞ കൂട്ട് ചൂട് കാലത്താണെങ്കിൽ നമ്മൾ ഈ പഴങ്കഞ്ഞിയുടെ കൂടെ കുറച്ച് കഴിക്കാൻ പറ്റും. അതുപോലെ ഉച്ച സമയത്ത് നമ്മൾ കഴിക്കുന്നത് നമുക്ക് നല്ലതാണ്. അപ്പം ഇത് ഗുഡ് ഗട്ട് ബാക്ടീരിയ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നു. ഇനി ഇത് കഴിക്കാൻ പറ്റാത്ത ഒരു കൂട്ടർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അച്ചാർ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? പക്ഷേ പുറത്തെ അച്ചാറിൻ്റെ കാര്യമല്ല ഞാൻ ചോദിക്കുന്നത്. വെളിയിൽ നിന്ന് വാങ്ങുന്ന അച്ചാറിനകത്താണെങ്കിൽ പ്രിസർവേറ്റീവ്സും ആർട്ടിഫിഷ്യൽ കളറും ആർട്ടിഫിഷ്യൽ എരിവും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതുകൊണ്ട് ശരീരത്തിന് ഗുണമല്ല, ദോഷമാണ് ഉണ്ടാവുക. ഇത് കണ്ടിന്യൂസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ BP കയറി പോകുന്നു. അപ്പോൾ വീട്ടിൽ തന്നെ നമ്മൾ ഇത്തിരി കടുകെണ്ണയൊക്കെ ഇട്ട് താളിച്ചിട്ട് ഇത്തിരി വിനാഗിരിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന അച്ചാറുകൾ നമുക്ക് ശരീരത്തിന് നല്ലതാണ്. അപ്പം അങ്ങനെ നമ്മൾ കഴിക്കുന്നതും നമ്മുടെ ശരീരത്തിലെ ഗുഡ് ഗട്ട് ബാക്ടീരിയ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി ഇത് രണ്ടും അല്ലാതെ ഇഷ്ടമല്ലാത്ത ടീമുകളാണ് എങ്കിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ വേണ്ടി പറ്റുക? അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞിട്ട് റാഗി. ഓക്കെ, അപ്പോൾ റാഗിയിലൊക്കെ പിന്നെ നിങ്ങൾക്ക് പറ്റുന്ന കാര്യം മോര് നല്ലതാണ്. ഇപ്പോൾ തൈര് പറ്റാത്ത ഈ ഒരു കാലാവസ്ഥയെന്ന് പറയുമ്പോൾ തൈര് എല്ലാവർക്കും പറ്റണം എന്നില്ല. കാര്യം പ്രത്യേകിച്ചും ഒരു കഫക്കെട്ടോ ഇൻഫെക്ഷനോ പോലുള്ള കാര്യങ്ങളുള്ളവർക്കാണെങ്കിൽ മോര് നല്ലതാണ്. അപ്പോൾ കാച്ചിയ മോര് നമ്മൾ ആഹാരത്തിൻ്റെ കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കുന്നത് നമുക്ക് ശരീരത്തിനകത്ത് ഗുഡ് ഗട്ട് ബാക്ടീരിയ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും നന്നായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. പിന്നെ പറയാൻ പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഇപ്പം ഇപ്പോൾ ഈ കൊച്ചു കുട്ടികൾക്കൊക്കെ ആയാലും നമ്മുടെ ഈ വയറിൻ്റെ അസുഖങ്ങൾ ഭയങ്കരമായിട്ട് കൂടിക്കൂടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മൺകുടത്തിനകത്ത് നമ്മൾ ഈ പഴങ്കഞ്ഞി പോലെ പ്രിപ്പയർ ചെയ്യുന്നതും മൺകുടത്തിനകത്ത് നമ്മൾ മോര് പോലെ പ്രിപ്പയർ ചെയ്യുന്നതും ഒക്കെ നമുക്ക് നല്ലതാണ്. ഇതൊക്കെ തന്നെ ആയാലും നമുക്ക് ആരോഗ്യത്തിനെ തരുന്നു. ഇനി അനീമിയ ഉള്ളവർ എന്തുകൊണ്ട് ഇത് കഴിക്കാൻ പാടില്ല? അനീമിയ ഉള്ളവരെന്ന് പറയുമ്പം പലരും ഉണ്ടല്ലേ. ഇപ്പം നമ്മുടെ നാട്ടിൽ സ്ത്രീകളുടെ ചോദിക്കുകയാണെങ്കിൽ എന്താ ഫുഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെയോ പഴങ്കഞ്ഞി, ഉച്ചയ്ക്കോ ചോറ്, രാത്രിയോ ചോറ്. അപ്പോൾ ഈ ഒരു ടൈം ടേബിൾ തന്നെ ഇങ്ങനെ പോകുമ്പോൾ എന്താ സംഭവിക്കുക? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള മറ്റൊരുപാട് കാര്യങ്ങളുണ്ടല്ലേ. അയൺ കണ്ടൻറ്റുള്ള കാര്യങ്ങളൊന്നും ഇവരുടെ ശരീരത്തിലോട്ട് പോകുന്നില്ല. അപ്പോൾ ഇരുമ്പിൻ്റെ അംശം അത്ര കാര്യമായിട്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഇവർ അനീമിയയിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പഴങ്കഞ്ഞി നമുക്ക് പഴങ്കഞ്ഞി ഒഴിവാക്കി പിടിക്കാനും അതിന് വരെ നമ്മൾ മോര് പോലത്തെ കാര്യം അബ്സോർപ്ഷൻ ശരീരത്തിൽ നടക്കണ്ടേ. അപ്പോൾ അബ്സോർപ്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു മാറ്റിയെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഇഡലിയും ദോശയും പറ്റി. ഇഡലിയും ദോശയെന്ന് പറഞ്ഞാൽ ദിവസങ്ങളോളം ഇഡലിയും ദോശയും ഇപ്പം നമുക്കറിയാം എല്ലാം നമുക്ക് പാക്കറ്റ് ഫുഡായിട്ട് അവൈലബിൾ ആണല്ലോ. പക്ഷേ ദിവസങ്ങളോളം വെച്ചിരിക്കുന്ന മാവ് നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതല്ല. അത് ഫെർമെൻറ്റഡ് ഫുഡ് അല്ലേന്ന് ചോദിച്ചാൽ അത് ഫെർമെൻറ്റഡ് ഫുഡാണ്. പക്ഷെ അതിനൊരു പ്രോബയോട്ടിക് ബാക്ടീരിയ അത്ര കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇഡ്ഡലിയും ദോശയും പ്രിപ്പയർ ചെയ്യുമ്പം നമ്മൾ പ്രിപ്പയർ ചെയ്ത 6 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുക. അല്ലെ കൂടിപ്പോയാൽ അടുത്ത ദിവസവും കൂടെ. അല്ല നമ്മൾ ആഴ്ചകളോളം ദിവസങ്ങളോളം നമ്മൾ വെക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല. നമുക്ക് പിത്തദുഷ്ടി, രക്തദുഷ്ടി, സ്കിൻ പ്രോബ്ലംസ്, അതുപോലെ തന്നെ ശരീരത്തിനകത്ത് നീര് ഒക്കെ കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് സാധ്യതയുണ്ട്. തൈരിനും അധികമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. ഇനി നമുക്ക് വേറെ ഒരു പ്രോബയോട്ടിക് ഫുഡിനെ പരിചയപ്പെട്ടാലോ? നേന്ത്രപ്പഴം എന്ന് പറഞ്ഞാൽ പുഴുങ്ങിയ നേന്ത്രപ്പഴം. അപ്പോൾ പുഴുങ്ങിയ നേന്ത്രപ്പഴത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറയാൻ പറ്റും. കാര്യം എന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം ഈ ഒരു ചൂട് കാലാവസ്ഥയിലാണ് ഈ വയറിളക്കം പോലുള്ള പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവുക. അത് മാത്രമല്ല ചില ഫുഡുകൾ കഴിക്കുമ്പോൾ ചിലർക്ക് ഏത് ഫുഡ് എടുക്കുമ്പോഴാ പ്രശ്നം എന്ന് പോലും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ ശരീരത്തിനകത്ത് ഗുഡ് ഗട്ട് ബാക്ടീരിയ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഗുഡ് ഗട്ട് ബാക്ടീരിയ വരാനായിട്ട് നമ്മൾ ഈ ഒരു പുഴുങ്ങിയ നേന്ത്രപ്പഴം നമ്മൾ ശരീരത്തിന് നല്ല ഒരു ഗുഡ് ഗട്ട് ബാക്ടീരിയ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മളത് വൈകുന്നേര സമയങ്ങളിൽ നമ്മുടെ ഭക്ഷണത്തെ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനി നമുക്ക് ഒരു നല്ല ഒരു പ്രോബയോട്ടിക് ആയിട്ടുള്ളൊരു സാധനം വീട്ടിലുണ്ടാക്കി നോക്കിയാൽ ഒരു ഡ്രിങ്ക്. ബീട്രൂട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുക. ക്യാരറ്റും ഇതുപോലെ തന്നെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു വെള്ള തുണിയിൽ നമ്മളത് കെട്ടി വെക്കണം. കെട്ടി വെച്ചിട്ട് 7 ദിവസം നമ്മളത് വെളിയിൽ വെക്കുക. എന്തിനാ 7 ദിവസം വെക്കുന്നത്? 7 ദിവസം വെളിയിൽ വെക്കുമ്പോഴല്ലേ അതൊക്കെ ഫെർമെൻറ്റേഷൻ നടക്കുക. എന്നിട്ട് നമ്മൾ 7 ദിവസം കഴിഞ്ഞിട്ട് അത് നമ്മൾ അരിച്ചെടുക്കുമ്പം അതിൽ നിന്നായിട്ട് കുറച്ച് ജലാംശം ഊറി വരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ട് അത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. എന്നിട്ട് നമ്മൾ 1 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ ഇതൊക്കെ നമ്മൾ ഉച്ച സമയത്ത് കഴിക്കുന്നത് നല്ലതാണ്.
ഇനി ഇതുകൊണ്ട് എൻ്റെ വീഡിയോ തീരുന്നില്ല. ഓക്കെ, ആയുർവേദത്തിൽ നമുക്ക് എങ്ങനെ ഗുഡ് ഗട്ട് ബാക്ടീരിയ കൊണ്ടുവരാൻ പറ്റും? ശരിക്കും പറഞ്ഞാൽ 6 മാസത്തിൽ ഒരിക്കൽ നമ്മൾ വയറിളക്കണമെന്നായിരുന്നു പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ആഹാര ജീവിതശൈലി കൊണ്ട്, കാര്യം നമുക്ക് ഈ ഒരു കെമിക്കൽ ഫുഡിൽ നിന്നൊന്നും നമുക്ക് പൂർണ്ണമായിട്ട് വിട്ട് മാറാൻ നമുക്ക് പറ്റത്തില്ല ഈ പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കുറച്ചൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവന്നിട്ട് നമ്മൾക്ക് എങ്ങനെ നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടിയെടുക്കാൻ പറ്റും? അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 3 മാസത്തിൽ ഒരിക്കൽ നമ്മൾ വയറിളക്കേണ്ടത് ആൽബൻഡസോൾ അല്ല. ഒരു ടാബ്ലറ്റ് ആൽബൻഡസോൾ കഴിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പം നിങ്ങളൊരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൊച്ചുകുട്ടികളാണെങ്കിൽ 7 ദിവസമോ 14 ദിവസമോ, ഇനി മുതിർന്നവരാണെങ്കിൽ 21 ദിവസമോ വയറിളക്കാൻ വേണ്ടിയിട്ടുള്ള ആയുർവേദ മരുന്ന്, അതാണ് ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എന്ന് പറഞ്ഞത്. ഓക്കെ, അല്ല നിങ്ങളിത് കേട്ട വഴുതി കേൾക്കാത്ത വഴുതി ഓടിപ്പോയി വയറിളക്കുന്ന മരുന്ന് തരുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആർക്കും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ആ 10-21 ദിവസം അതിനെപ്പറ്റി ഒരു ഗുളികകളോ എന്താണെന്ന് വെച്ചാൽ ഡോക്ടേഴ്സ് തരും. എന്തുകൊണ്ട് 21 ദിവസം? നമ്മുടെ ശരീരത്തിനകത്ത് കൃമി വര ഇതിൻ്റെയൊക്കെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 21 ദിവസമാണ്. അത് മുട്ടയിടുന്നു, പെരുകുന്നു, അതിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ അതിങ്ങനെ നമ്മുടെ ശരീരത്തിൽ കൊണ്ടാടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതിന് നമ്മളൊരു ബ്രേക്കേജ് വരുത്തുകയാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ആരോഗ്യം പുനഃസ്ഥാപിച്ചെടുക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഈ 21 ദിവസം നിങ്ങൾ ഒരു കാര്യം ഉറപ്പിക്കുക, നിങ്ങൾ ബേക്കറി ഫുഡ് എടുക്കുന്നില്ല, ജങ്ക് ഫുഡ് എടുക്കുന്നില്ല എന്നുള്ളതിനെ പറ്റി. ഈ 21 ദിവസവും നിങ്ങൾ ആഹാരത്തിൽ കൊണ്ടുവരേണ്ട ഒരു മാറ്റം എന്താണ്? ഉച്ച സമയത്ത് നിങ്ങൾ കാച്ചിയ മോര് നിങ്ങൾ കഴിക്കുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ, പക്ഷേ ഇത് 3 മാസത്തിൽ ഒരു വട്ടം നിങ്ങൾ ചെയ്ത് പോകണം. ഇങ്ങനെ നിങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾ ഡോക്ടറെ കാണുന്നത് ഭയങ്കരമായിട്ട് കുറവായിരിക്കും, ഉറപ്പായിട്ടും. കാര്യം ആവശ്യമില്ലാതെ നമ്മൾ ഓടി പോയി നമുക്ക് ഡോക്ടറെ കാണേണ്ടി വരത്തില്ല. ഇനി നിങ്ങളിത് ചെയ്ത് നോക്കുകയാണെങ്കിലോ നിങ്ങൾക്കും ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കാണാൻ വേണ്ടി പറ്റും. അതായത് നിങ്ങളുടെ പ്രതിരോധ ശക്തി കൂടുകയും ചെയ്യുന്നു, നിങ്ങൾക്ക് ആവശ്യമില്ലാതെ പെട്ടെന്നൊന്നും അസുഖങ്ങൾ വരുത്തുമില്ല. അപ്പോൾ ഈ പറഞ്ഞ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വേറൊരു വീഡിയോയിൽ കാണാം.